ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ 100 നാവാണ്. നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടിത്തന്ന ഒരു അതുല്യ കലാകാരിയും കൂടിയാണ് ചേച്ചിയുടെ അമ്മ രേണുകാജി അല്ലേ? അപ്പോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ അടുത്തിടെ ഒരു ട്രിബ്യൂട്ട് പോലെ അമ്മ രേണുകാജി പാടിയ കുറെ പാട്ടുകൾ ചേർത്തിട്ട് ഒരു ട്രിബ്യൂട്ട് ഒക്കെ പാടി. അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടാലോ? താങ്ക്സ് ടു ബിജി ബാൽ ഇറ്റ് വാസ് മേഡ് പോസിബിൾ. അതെ അതെ, ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അത് അമ്മയാണ്. അപ്പൊ ഈ ഒരു ആൽബം അല്ലെ, കമനീയം എന്നാണ് അതിന്റെ പേര്. ഒരുപാട് പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടിട്ടൊരു ആൽബമാണ്. അമ്മയുടെ ആ പാട്ടുകളും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എനിക്കൊരു ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ തോന്നിയത് അത് ആരുടെ ഐഡിയ ആയിരുന്നു? അല്ല, അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അമ്മ ഇത് കല്യാണം കഴിഞ്ഞിട്ട് അമ്മ അത്രയ്ക്കും പാടിയില്ല. അമ്മ പാടാൻ തുടങ്ങിയത് 8 വയസ്സിലാണ്. അപ്പൊ ഫാമിലി വലിയ ഫാമിലിയാണ്, ഓൾമോസ്റ്റ് 14 പീപ്പിൾ ആണ്. അപ്പോ വീട്ടിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു ഡ്രാമയില് പാടാൻ തുടങ്ങിയത്. ദ ഗ്രേറ്റ് മനോഹർ സാറിന്റെ ഡ്രാമയില് ശ്രീലങ്ക പോയതും അങ്ങനെ ഒരുപാട് ചെറുപ്രായത്തില് ഇങ്ങനെ ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു എംപ്ലോയ്മെന്റ് ആയിട്ട് അങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. അമ്മയുടെ വോയിസ് പക്ഷേ പല സുശീലാമ്മയുടെ പാട്ടുകളും ലതാജിയുടെ പാട്ടുകളും ഞാൻ പഠിച്ചത് അമ്മ പാടി കേട്ടാണ്. പിന്നെയാണ് ഞാൻ അവരുടെ ഒറിജിനൽ കേട്ടത്. അപ്പൊ എനിക്ക് തോന്നും എന്റെ അമ്മ കൂടുതൽ ഭംഗിയല്ലേ എന്റെ അമ്മയുടെ വോയിസ്. അത് അങ്ങനെയാണ്. അമ്മ പാടിയ ചില പാട്ടുകള് എസ്പെഷ്യലി ഓ സജനാ ബർഖാ ബഹാറായി रस की पुहार लाए अखियों में प्यार लाए ओ सजना तेरे मेरे मिलन की ये रना नया कोई गुल खिलाएगी नया कोई गुल खिलाएगी कभी तो चंचल है तेरे नैना देखो ना. ഇങ്ങനത്തെ പാട്ടുകൾ ഞാൻ അമ്മ പാടി കേട്ടാണ് പഠിച്ചത്. പക്ഷേ ഐ ഡോണ്ട് നോ, സംടൈംസ് ഇറ്റ് ഈസ് ഓൾസോ എ ഡെസ്റ്റിനി, ഇറ്റ് ഈസ് ഓൾസോ ലക്ക്, ഇറ്റ് ഈസ് എ ഗ്രേസ്. നമ്മുടെ പ്രീവിയസ് ജന്മാസിന്റെ ഒരു ഗ്രേസ് ആണ് അത്. എന്തോ സ്റ്റോപ്പായി, അമ്മ പാടാറേ ഇല്ല അത്രയ്ക്കും. അതിനൊരു റീസൺ ഇല്ല. റീസൺ എന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി പാടി ചിലപ്പോ അതിന്റെ ഒരു വേണ്ട, ഇത് എന്താണ് വേണ്ട, ഇനി അങ്ങനെ വെച്ചു അങ്ങനെ വെച്ചോന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും ചെയ്യുമല്ലേ, പൈസയ്ക്ക് വേണ്ടി ഇല്ലെങ്കിലും. പക്ഷെ അങ്ങനെയും അമ്മ അത്രയും പാടിയിട്ടില്ല. അപ്പോ അമ്മ 75 ആയപ്പോ എനിക്ക് തോന്നി something I have to remind her as to how beautifully she was and what all she has given to everybody. അതപ്പോ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സിംഗറായിട്ട് ഇരിക്കുന്നത് എൻ്റെ അമ്മയുടെ കാരണമാണ്. അഫ്കോഴ്സ് അപ്പാൻ്റെ ഒരുപാട് എൻകറേജ്മെന്റ് ആണ്. സോ അപ്പൊ അതിനു വേണ്ടി ഈ പാട്ടുകളൊക്കെ ഞങ്ങള് അങ്ങനെ ഒരു മാല പോലെ ആക്കി. താങ്ക്സ് ടു ബിജി ബാൽ ഇറ്റ് വാസ് പോസിബിൾ. ചേച്ചിയുടെ വോയിസ് യുണീക്ക് ആയതുകൊണ്ട് തന്നെ തുടക്കകാലത്തില് അതായത് ഈ വോയിസ് അങ്ങനെ പറ്റില്ല അല്ലെങ്കിൽ ഇത് ശരിയല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ വോയിസിനെ കുറിച്ചിട്ട് ഒരു വിമർശനം ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നോ? അല്ലെ, ആദ്യം പാടിയത് ഞാൻ കുറേ മെലഡി സോങ്സ് പാടി. ഇങ്ങനെ താൻ ബെൻഡ്ര മഴയിലെ, പിന്നെ നലം നലമറിയാവില് വളരെ പോപ്പുലർ സോങ്സ് ആയി. ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ
അടിപൊളി പാട്ടല്ലേ എന്ന് വെച്ചാൽ ഇപ്പൊ അടിപൊളിന്റെ പാട്ടെന്ന് വെച്ചാൽ എല്ലാം ശ്രുതി കൂടുതലാണ്, അതില് ഒരുപാട് പഞ്ചോട് പാടണം. അപ്പോൾ എനിക്കത് കുറച്ച് ഈസി ആയിരുന്നു അത്. അപ്പോൾ ആൻഡ് ശങ്കർ മഹാദേവൻ സാറിന്റെ റേഞ്ച് എപ്പോഴും ഞാനും ശങ്കർ സാറും ഒരുമിച്ച് ഒരുപാട് പാട്ടുകളാണ്. ഇപ്പൊ ശങ്കർ സാർ എന്ന് വന്നാൽ അവർ പറയും അനുരാധ വിളിക്കാം, ബിക്കോസ് ഹൈ പിച്ചാണ്, അവിടെ പഞ്ചോട് പാടണം എന്ന്. അപ്പൊ പിന്നെ അപ്പടി പോടായി ഓ പോടായി ഇങ്ങനെ ഒരുപാട് ഫാസ്റ്റ് സോങ്സ്, ഫാസ്റ്റ് എങ്കിൽ സൂപ്പർ ഫാസ്റ്റ് സോങ്സിന്റെ ട്രെൻഡ് ഞങ്ങൾ സെറ്റ് ചെയ്തു. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു പ്രാക്ടീസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഒരു രീതിയിൽ വിജയിച്ച അവര് അങ്ങനെ തന്നെ ടൈപ്പ് കാസ്റ്റ് ആവും. ബിക്കോസ് യു പ്രൂവ്ഡ് അല്ലേ, ദാറ്റ്സ് വർക്കിംഗ്, വൈ ട്രബിൾ ഡിസ്റ്റർബ് ദാറ്റ്. അങ്ങനെ ഒരു ഡപ്പാങ്കുത്ത് ക്വീൻ ആയി ഞാൻ. അപ്പോ ക്വീൻ പറഞ്ഞാൽ പക്ഷെ എനിക്ക് തോന്നി ആ ഒരു ട്രെൻഡ് അത് കഴിഞ്ഞിട്ട് ഐ കുഡന്റ് ഗെറ്റ് ടു സിംഗ് സോ മെനി മെലഡി സോങ്സ്. അങ്ങനെ ഒരു പ്രശ്നം വന്നു അല്ലേ? എനിക്ക് ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വന്നതുണ്ട്. എനിക്ക് ക്ലാസിക്കൽ രാഗ ബേസ്ഡ് സോങ്സ് എനിക്ക് അത്രയ്ക്കും ആ ഒരു ക്ലാസിക്കൽ ടച്ചോട് പാടാൻ കുറവാണ്.